ഇത് എന്ത് അതന്നെ കൊമ്പന. ഓ ഡിസ്കോളേറ്റ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാ ഹലോ എയർഫോൺ എന്നാണോ? ഇന്ത്യൻ മാപ്പ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ മാപ്പ് ബസ് മാറി 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 മാറി. അയ്യോ സർവീസ് സ്ലോട്ട് തരുമോ? എസ് ബി ഒക്കെ നമ്മുടെ ഓപ്പോസിറ്റ് കസ്റ്റമൈസ് 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 കോൺഫിഗറേഷൻ. ഇത് എന്ത്? അതില് അതെടുക്കാം. ഫസ്റ്റത്തെ മോഡ് എടുക്കുക. ഇത് വേറെ ഏതോ കമ്പനിയാണ്, ഇത് എനിക്കറിയാൻ, കണ്ടിട്ടില്ല. അത് ഫസ്റ്റത്തെ എടുക്കുക. ആ ഫസ്റ്റത്തെ മുകളിൽ എവൻസ് എവൻസ് മുഴങ്ങാങ്കൂടയിൽ എവൻസ് റൈസ് ഓഫ് എ ന്യൂ എംപറർ. വാർ കാരണം ടെർമിനേഷൻ ആയി ആകെ ടെൻഷനാണ് ബ്രോ എന്നോ? അയ്യോ ബ്രോ, എല്ലാം സെറ്റ് ആവും, ചില്ലാവും, എല്ലാം ഓക്കെ ആവും ബ്രോ, ചില്ലായിട്ടിരിക്കെ. ഇതില് ആ മുകളിലുണ്ട് ഫസ്റ്റത്തെ. ഇപ്പുറത്ത് ഇതോ ഫസ്റ്റത്തെ. അതന്നെ ക്ലിക്ക്. അതില് ഒരു ഫസ്റ്റ് മുകളിലോട്ട് പോട്ടെ, മുകളിലോട്ട് പോട്ടെ. ഏതാ ബ്രോന്? ഏത് ബസ്സാ വേണ്ടത്? കൊമ്പനാണോ ജയ്പൂരാണോ വണ്ണസ് ആണോ? എനിക്ക് അറിഞ്ഞൂടാ ഏത് വണ്ടി വേണമെന്ന്. എനിക്ക് കമന്റ് വെച്ചോ, ചാറ്റിൽ വെച്ചോ ഏതാ വേണ്ടത്. ചാറ്റിൽ ഏത് വണ്ടി വേണം? കൊമ്പനുണ്ട്, ജയഗുരുണ്ട്, വണ്ണസ് ഉണ്ട്, പിക്കാച്ചു ഉണ്ട്, എക്സ്പ്ലോഡ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്, ചിക്കൂസ, ഇതൊക്കെ ഉണ്ട്. കൊമ്പന് വണ്ണസ്, കൊമ്പന് വണ്ണസ്. അതില് എന്റെ ഒരു അറിവില് കൊമ്പന് മൂന്നാമത്തെ നാലാമത്താണ്. ഓരോന്ന് ക്ലിക്ക്. ഞാൻ പറഞ്ഞു ഏതാ കൊമ്പന്. അതല്ല 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 അതല്ല. അടിപോട്ടെ, വൈറ്റാണ്. അടിപോട്ടെ അടിപോട്ടെ അടിപോട്ടെ. അത് വണ്ണസിന്റെ ആണ്. അത് ഒരു പണി ബ്രോ, അവിടെ വെക്ക്, അവിടെ വെക്ക്, അവിടെ വെക്ക്. മറ്റേ മെനു ഇല്ലേ, മുകളിൽ കാണുന്ന മെനു, അതില് നാലാമത്തത് ക്ലിക്ക് ചെയ്യോ. നാലാമത്തത് അതല്ല, ഇപ്പുറത്ത് കാണുന്ന ഫസ്റ്റത്തെ നാലാമത്തെ അഞ്ചാമത്തെ. എന്റെ കണ്ണ് തെറ്റിപ്പോയത്. അതില രണ്ടാമത്തെ ഉണ്ട് ഒരു ഇത്, ബക്കറ്റ്. അടിയിൽ കാണുന്ന ബക്കറ്റ്, അത് ക്ലിക്ക്. ഇനി ഒന്നുകൂടി അവിടെ പോകും, മറ്റോടത്ത് പോകും. അപ്പോൾ കറക്റ്റ് കിട്ടും ഓരോ വണ്ടിയുടെ. അതങ്ങനെ നോക്കിയെടുക്കണം. രണ്ടാമത്തെ അത് ഫസ്റ്റത്തെ, അത് എക്സ്പ്ലോർഡ് ആണ്. മുകളിലോട്ട്, ഇത് താഴത്തുനിന്ന് ബ്രോ എടുക്കുന്നത്. മുകളിൽ പോട്ടെ ഏറ്റവും മുകളിലോട്ട്. ഒന്നുകൂടി അവിടെ പോണം, റെഡി ആക്കണം കേട്ടോ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. മറ്റേ അഞ്ചാമത്തെ പോയിട്ട് എടുക്കുക. ഓരോ ടൈപ്പ് ബസ്സാണ്. ഓക്കെ, അത് കുട്ടൂരോ രണ്ടാമത്തെ കുട്ടൂരോ ഏതാ കാണുന്ന ബസ്? ലെമൺ. ഇത് ലെമൺ ആണ്. ഇത് സ്ഫടികം. ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള ബസ്സാണോ? റിയൽ ലൈഫ് ബസ്സാണോ ഇതൊക്കെ? അതെ. അടിപോട്ടെ ജയ്ഗുരു. അടിപോട്ടെ. ഓരോന്ന് നോക്കണേ. അതിന്റെ മുകളിൽ ഇടയിൽ വരും. കൊമ്പനൊക്കെ ഇടയിലുണ്ട്. അടിപോട്ടെ. അതിലേതോ ബസ്സാണത്. അത് പോയിക്കണം. ബസ്സിന്റെ മോഡൽ മാറും. ഓരോ ടൈപ്പ് ബസ് മോഡലില്ല. ഓക്കെ, ചിക്കൂസ്, ജയ്ഗുരുവിന്റെ വേറെ ജയ്ഗുരു പച്ചാണ്. ജയ്ഗുരു അത് വേറെ മോഡൽ ബസ്. അതാണ് അടുത്തോട്ട് ഞാൻ പറയാം. അടുത്തോട്ട് ഇനി അടിപ്പിക്കോ. ആ പേര് വരും, ജയ്ഗുരു കൊമ്പനെന്ന് പേര് വരും അടിയിൽ. പോട്ടെ. അടിപോട്ടെ. അത് വണ്ണസ്. അതാ കൊമ്പന. അത് കൊമ്പന. മുകളിൽ ഇതോ എന്നെ അറിവില്ല. അതാണെന്ന് തോന്നുന്നത്. അത് അവിടെ മറ്റേ ക്ലിക്ക് ചെയ്താൽ അഞ്ചാമത്തെ ക്ലിക്ക് ചെയ്തിട്ട് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു പോലെ എനിക്ക് തോന്നി. അതന്നെ കൊമ്പന. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് പർച്ചേസ് അല്ലേ, ആറാമത്തത് കണ്ട? ആറാമത്തത് അത് ക്ലിക്ക്. അതിന് ഓരോന്നും ക്ലിക്ക് ചെയ്ത് മോഡ് ചെയ്യണം. മൊത്തം വണ്ടി മോഡ്. അതിൽ എന്നാലും ലൈറ്റ് ഒക്കെ വരുള്ളൂ. മറ്റേ ഡിസ്കോ ലൈറ്റ് ഒക്കെ ഇല്ല, ഡിസ്കോ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഓരോന്ന് ക്ലിക്ക്. ഓരോന്ന് ക്ലിക്ക്. അത് അമർത്ത്. ജസ്റ്റ് ഇനി അടുത്തത് ക്ലിക്ക്. അങ്ങനെ ഓരോന്ന് ചെയ്യും. എല്ലാത്തിലും ഓരോ ലൈറ്റ് സിസ്റ്റമും ഇതൊക്കെ ഉണ്ട് വണ്ടിയിൽ. അത് ഓരോ ചെയ്യും. മുന്നിൽ ലൈറ്റ് ഒക്കെ വരും. മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ മുന്നിൽ വരുന്ന AC. അടുത്തത് കർട്ടൻ. ഇപ്പുറത്ത് ഓരോന്നോരോ. അത് താത്തിച്ചേക്ക് വേണമെങ്കിൽ. അത് താത്തിച്ചളേ, സാധനം വേണ്ടല്ലോ. കയ്യിൽ ക്യാഷ് ഇല്ലതാ. ഓക്കെ, അതെന്താണ് ആ ടോപ്പ് ലൈറ്റ്? അതെടുക്കുക. ലൈറ്റ് മുകളിൽ ലൈറ്റ് വരും.
ഇനി അത് അതിന്റെ അടുത്ത താഴത്തുള്ളത് അതിന്റെ താഴത്തുള്ളത് ക്ലോസ് ചെയ്യാതെ അതിന്റെ താഴത്തുള്ളത് എന്താ ക്യാബിൻ ലൈറ്റ് തന്നെ ലൈറ്റ്. അതുള്ള ഓക്കെ ആ ഓരോന്ന് അതിന്റെ അടുത്ത് ഞാൻ റിയൽ ലൈഫ് കയറി ഇരുന്ന് അടിക്കണം ഇതെന്താ അത് ആ ലൈറ്റുകളാണ് ഓരോന്ന് എന്തിനോ ലൈറ്റ് കറക്റ്റാണ് എന്താ ലൈറ്റാണ് എന്തോ സാധനം അവിടെ വരും എന്തോ എനിക്കൊന്നും കാണും എനിക്കൊന്നും കാണുന്നില്ല. അതിൽ ഞാൻ പറഞ്ഞ ഹോൺ ഉണ്ട് കേട്ടോ അതിൽ മറ്റേ ഹോൺ ഉണ്ട് നമ്മളെ കേരളത്തിൽ ഓടിക്കുന്ന ഹോണുകളൊക്കെ ഉണ്ട് കേട്ടോ ആണല്ലേ? അത് അത് വേണ്ട അതിന് വിളിക്കണ്ട അത് വേണ്ട അടിയിൽ വേണ്ട അത് ക്ലിക്ക് ഓണാക്കിയോ LED lights. അത് ലൈറ്റ് ഓണാക്കി LED ലൈറ്റ് ആ, അടിയിൽ കാണുന്നത് ആ ബോണറ്റിന്റെ അവിടുത്തെ സാധനം ആ, ആ, ആ ഒരു അതിന്റെ മുകളിൽ മൂന്നാമത്തെ അതിന്റെ മുകളിലത്തെ ഇതെന്താ? ഫ്രണ്ട് ഓക്സ്ലോട്ട്, ഫ്രണ്ട് ക്രാഷ് ബാർ. അത് ലൈറ്റും ഇതൊക്കെ കാണാം ലൈറ്റ് ഒക്കെ അതാ വരാനുള്ള അവിടെ അപ്പി. ലൈറ്റ് വരും ആ ലൈറ്റ് വരും അവിടെ ആണോ? ഹോൺ വണ്ണ്. ഹോൺ അവിടെ ആ ചോപ്പ് വേണ്ട 2 ചോപ്പ് ആ. അതിപ്പോ ക്ലിക്ക് ചെയ്യും 2 ഹോൺ ഉണ്ട് 2 ഓ! ടൈപ്പ് ഹോൺ വേണമെങ്കിൽ ഉപയോഗിക്കാം അള്ളേ! ടുട്ടുടു രണ്ടാമത്തെ ടുട്ടുടു എടുക്കാം. ടുട്ടുടു ആ സാധനമാണോ ഇത്? അതന്നെ എയർ ഹോണും മറ്റേതാണ് മറ്റേ ഉണ്ടാവും ഇനി മറ്റേ ഹോൺ എടുക്ക് ഇതിൽ ഇഷ്ടമുള്ള 2 എടുത്തോ 2 ടൈപ്പ് ഇത് ഈ നീണ്ട രണ്ട് വര. പീത്തി വെക്കാം. ഇനി മതിയാവില്ല ഇത്ര മതിയില്ലേ ഇപ്പൊ ആ, തൽക്കാലത്തിനല്ലേ അതെ, കൺഫേം അതെ. അടിച്ചോ കയ്യിൽ പൈസ ഇല്ലേ അള്ളേ! പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ പോവാണ് നമ്മള്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ, തേഞ്ഞ് എന്താ? ഗരാജ് ഇല്ലല്ലോ ആ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്താ ഫസ്റ്റത്തെ അവിടെ മുകളിൽ അതല്ല മുകളിൽ ആ ഒരു ആരോ അതാണ് അതാണ് ഒരു ഇത് കാണുന്നത് ഒരു ചിഹ്നം വൈറ്റ് ചിഹ്നം മാപ്പില് വൈറ്റ് ചിഹ്നമാ? ആ ആ, അതാ ക്ലിക്ക് ചെയ്ത് ആ മനുഷ്യനെ ക്ലിക്ക് ആ. പർച്ചേസ് ചെയ്തേ പർച്ചേസ് ചെയ്യുവാണേ. ആ വണ്ടി purchase ചെയ്തു. പർച്ചേസ് ചെയ്തേ നമ്മൾ. ഇനി ഡ്രൈവ് അടിച്ചോ ബാക്ക് അടിച്ചിട്ട് ലെറ്റ്സ് ഗോ. ബാക്കടി ഡ്രൈവ് ഫീച്ചർ അൺലോക്ക്. ഒന്നുമില്ല അത് നോക്കണ്ട ഓരോ ഇത് ഫീച്ചേഴ്സ് കുറേ ഉണ്ട് ഇതില്. ഡ്രൈവ്. ആ ഇനി ലൈറ്റ് ഒന്ന് ഓണാക്ക് എല്ലാം ഓണാക്കി F4 ആദ്യം എഞ്ചിൻ ഓണാക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതൊക്കെ സ്റ്റാർട്ട് ഓ സ്റ്റാർട്ടായി. ഇനി F4 അമർത്ത് ഓ ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ? അതെ അള്ളേ എന്തൊക്കെയാ ആദ്യം F4 അമർത്ത് കാണിച്ചു F4 അമർത്ത് ആ അതില് ലൈറ്റ്സ് ഉണ്ട് അഡ്ജസ്റ്റ് ലൈറ്റ്സിന്റെ ചിഹ്നം അത് ഫുൾ ഓണാക്ക് ആ ലാസ്റ്റ് ഓണാക്കിയോ അഞ്ഞ് ബാക്ക് ക്ലോസ് ചെയ്യും എക്സ് അമർത്തി ക്ലോസ് ചെയ്യും F നോക്ക് ഹലോ ജസ്റ്റ് സൂമിങ് ചെയ്തോക്ക് ഉള്ളിലോട്ട് വണ്ടിന്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് സൂമിങ് ചെയ്തോക്ക് ഇതൊക്കെ ആര് ചെയ്യണ ഇതൊക്കെ? കുറെ പിള്ളേരുണ്ട് ഇതിന്റെ ബാക്കിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇതുപോലെ KSRTC ഒക്കെ ഉണ്ട് ബസ് KSRTC ആനവണ്ടി ഉണ്ട് അത് 400 റുപ്യ തോന്നുന്നു എമൗണ്ട് 400 റുപ്പീസ് പൈസ കൊടുത്താണ് അതൊക്കെ മേടിക്കണേ. അതെ ഇത് ഫ്രീ ആണ് ഇതൊരാൾ ഫ്രീ ആയിട്ട് ഇറക്കിയത് പൈസ കൊടുത്താൽ കുഴപ്പമില്ല നമുക്ക് സാധനം കിട്ടുന്ന സാധനം എടുക്കാം. പിന്നെ വോൾവോ ബസ് ഇല്ല നമ്മളെ മറ്റേ KSRTCന്റെ പുതിയ ഇറങ്ങിയ ഓ കൊമ്പൻ ഇടിച്ച് തെറിപ്പിച്ചാരാട്ടെ കേട്ടാ. എന്റെ അമ്മു ഇത് കൂടെ എങ്ങനെ വഴിയിലിറങ്ങും? അള്ളേ ഞാൻ എന്തിനിരിക്കണേ? ഇത് അഡ്ജസ്റ്റ് ചെയ്തോ കറക്റ്റാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ, അങ്ങോട്ടും ഇവിടെ അനങ്ങുന്നില്ല. അത് F1 ഇത് 1 അമർത്ത് 2 അമർത്ത് 1 അമർത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയിട്ടുണ്ട് തോന്നുന്നു എന്നിട്ട് F1 ഏതാ ഇല്ല മൗസ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുന്നില്ല, ഒരു ലാഗ് ഉണ്ട് ഇത് എടുത്തപ്പം. അതാ ലൈറ്റിന്റെ ഡിലേയാണ് ലൈറ്റിനെയാണ് അത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ലൈറ്റിന്റെ Light ആണോ? ആ ഡേറ്റ് ഉണ്ട് ആ ഡിലേ നമുക്ക് ഒഴിവാക്കാം ആണെങ്കിൽ അത് ഇതെങ്ങനെ ഒഴിവാക്കുന്നേ? അത് എസ്കേപ്പ് അടിക്കും എസ്കേപ്പ് അടിച്ച് സെറ്റിങ്സ് പോകും ഗ്രാഫിക്സ് എടുത്ത് ഇപ്പൊ ചെറുതായിട്ട് ലൈറ്റ് കുറയും കേട്ടോ വണ്ടിന്റെ ഡിസ്കോ ലൈറ്റ് കുറയാ. വേണ്ട അത് ഓഫ് ചെയ്താലോ? ഇത് 5090 ഓടുന്നേ. അല്ല എന്റെ വർക്ക് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് 3070 വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഡിസ്കോ ലൈറ്റ് വേണ്ട, ഇതെന്തിനാ?
രസമുണ്ടാവും വണ്ടി ഓടിക്കുമ്പോ. ഇല്ല ഇത് ഓഫ് ചെയ്യാൻ പറ്റും ഈ ഡിസ്കോ ലൈറ്റ്. അത് F4 അമർത്ത. അത് അഡ്ജസ്റ്റ്മെന്റ് ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ് അഡ്ജസ്റ്റ് ലൈറ്റ് അല്ല ഇവിടെ കാണില്ല. അതില് അതാണ് തോന്നുന്നത്. അതന്നെ ബീക്കണാണ് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒക്കെ ഓഫ് ആക്കാൻ പറയാൻ പറ്റില്ല. ആ ലാഗ് ഓഫ് ആക്കാം. പക്ഷേ ഗ്രാഫിക്സിന്റെ പോയിട്ട് അവിടെ ഒരു ലൈറ്റ് ഇന്റൻസിറ്റി സാധനം ഉണ്ട്. അത് ലോ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് വരില്ല, ലാഗ് വരില്ല. എന്റെ അമ്മോ എന്തൊക്കെ സെറ്റപ്പ് അല്ലേ. വരുന്നില്ല. അത് സെറ്റ് എയറോൺ ആണ്. എയർഫോണിന്റെ ബട്ടൺ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അത് എച്ച് മറ്റേ നോർമൽ ഫോണാണ്. എന്റെ അറിവനുസരിച്ച് ഞാൻ പറഞ്ഞില്ല. ക്യാബിൻ കറക്റ്റ് അല്ല കേട്ടോ ഇരിക്കുന്നത്. ഏത് ക്യാബിന്? അത് ഇപ്പൊ ഇത് ഇറക്കിയത് ഏത് കാലത്തുള്ള അറിയോ? ഈ സാധനം എനിക്ക് തോന്നുന്നു മോഡ് ഇറക്കിയത് ഒരു ഏകദേശം 1.37 ഒക്കെ സമയത്ത് ഇറക്കിയതാ. ഇപ്പൊ 57 ഒക്കെ ആയി, 58 ആയി. ഇപ്പൊ പുതിയ വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ പുതിയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാര്. പുതിയ സാധനം ഇറക്കി. ഇത് പഴയ സാധനം അതിന്റെ മോഡിനെ കോമ്പാറ്റബിൾ ആക്കിയതാണ്. സംഭവം കോപ്പറേറ്റ് ഇല്ലാത്ത പാട്ടുകളുണ്ട് കേട്ടോ. കുറച്ച് ഡിസ്കൗണ്ട്സ് ഉണ്ട്. കോപ്പറേറ്റ് കിട്ടില്ല. രസം ഞാൻ യൂസ് ചെയ്യണം. ബ്രോ ഇതില് ഞാൻ റീൽസിനകത്തൊക്കെ ഓരോരുത്തര് ഈ വണ്ടിയൊക്കെ മറ്റേ മലയുടെ മുകളിൽ കൂടെ അവിടുത്തെ വഴിയൊക്കെ ഓടിച്ചോണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതാ മോഡിന് ചെറിയ ബക്കുണ്ട്. ഇതിനകത്തൊന്നും ഇടിക്കൂലേ അപ്പോ? ഞാൻ വേറൊരു മോഡ് തരാം. ഇപ്പൊ തൽക്കാലത്തിന് മോഡ് ഇടിക്കും. ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത് കേട്ടോ. അല്ലല്ലോ ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ ഇടിക്കുന്നില്ല. അതെന്താ എന്തിനൊക്കെ ഇരിക്കുന്നുണ്ട്? ഞാൻ ഹൈവേ ചെയ്യും. അത് പറഞ്ഞാൽ അതല്ല പാലം പോലത്തെ അല്ലേ ബ്രോ പറഞ്ഞത്? അല്ല ഐ മീൻ ഡേഞ്ചറസ് റോഡ് പോലത്തെ സാധനങ്ങളല്ലേ? അത് ബസ് ഇതാണ്, മാപ്പാണ്, മാപ്പ് മോഡ്സ് ആണ്. ഇത് എത്ര സ്പീഡ് വരെ കയറും നോക്കണേ. എനിക്ക് പ്രശ്നം കേട്ടോ. നമ്മള് വേറെ സംഭവം ചെയ്തിട്ടില്ല കേട്ടോ. എന്താ ഇത് ചെയ്യാണ്ട് എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല വണ്ടിയുടെ. അയ്യോ ഈ വണ്ടിക്ക് 6 ഗിയറേ ഉള്ളൂ. അതെ എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്യാണ്ട് 190 HP ഉള്ള എഞ്ചിൻ ഉണ്ട് ഈ വണ്ടിക്ക്. 6 ഗിയറേ ഉള്ളൂ. 6 ഗിയർ ഉള്ളല്ല. എയർഫോൺ എന്നാണോ? കൊമ്പനാ ഓടിക്കണേ, കൊമ്പനാ ഓടിക്കണേ. ആ കോസ്റ്റ്യൂം സെറ്റാക്കോ? കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരുന്നുണ്ട് ചേട്ടാ. ഗണപതിയല്ലേ അത് ഏതിലായിരുന്നു? ടണലിൽ എക്കോ നോക്ക്. കിടിലല്ലേ ഇത്? എന്ത് പൊളിയല്ലേ. ഇവിടെ എന്റെ സിം സെറ്റപ്പിലായിരുന്നു വിറക്കണിത്. പക്ഷെ ബസ് വെളിയിൽ നിന്ന് കാണാൻ രസമില്ല. ഇത് രാത്രി ആണ്ടാവുന്നത്, പകലാവൂല. ഇത് ആക്കാനുള്ള പരിപാടിയുണ്ട്. പകൽ വേണേ ആക്കാം. അത് കുറച്ച് ഫയല് എല്ലാം ഫയല് കയറ്റി ലാസ്റ്റ് എന്നെ കൊണ്ടുപോകും. ഒക്കെ ഫയൽ എഡിറ്റിംഗിന്റെ പരിപാടിയാണ്.
വണ്ടി പടവടെ കേറി പോകണ്ട കേട്ടാ ബ്രോ. ഇത് മറ്റേ ഞാൻ പറഞ്ഞില്ല ആ മാപ്പൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് പണിയുണ്ടോ? ഇല്ല ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, അതേപോലത്തെ വലിച്ചിടുക, മറ്റേ മോഡ് ഫയൽസ് കൊണ്ടുവിടുക, വേറെ ഒന്നുമില്ല. എനിക്ക് ആ മറ്റേ ഈ KSRTC ഇത് ഓടിക്കുന്ന മാപ്പ് ഒന്ന് ഇതാക്കി തരണേ, കേരള ട്രാഫിക്കിന്. കേരള ട്രാഫിക് അതിന് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. KSRTC ആണെങ്കിൽ എന്താ പറയുക, 400 മോഡിന് KSRTCൻ്റെ ബസ്സിന്റെ ആ ഒരു സംഭവം. സ്റ്റിയറിംഗ് എന്റെ ഇവിടെ സിമ്മല്ല ഇന്ന് വിറക്കണ സത്യം പറഞ്ഞ. അച്ഛനൊരു വലിയ പാട്ടൊക്കെ ഇട്ട് പോകുന്നതാ. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ. ഞങ്ങൾ നമുക്ക് കേരള മാപ്പൊക്കെ കൊണ്ടുവരാടാ, നമുക്ക് കൊണ്ടുപോകിയോ ബസ് ഒന്ന് വെട്ടിച്ച് വീശി എടുത്ത് പോട്ടെ. ഇന്ത്യൻ മാപ്പ് ഉണ്ട് കേട്ടോ, ഇന്ത്യൻ മാപ്പ് ബസ് ഇന്ത്യൻ മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. കൊമ്പൻ ചരിഞ്ഞ് കേൾക്കുന്നുണ്ട് ബ്രോ? ഇന്ത്യൻ മാപ്പ് ഉണ്ട് കേട്ടോ, ഇന്ത്യൻ മാപ്പ് കിട്ടും. അത് പെയ്ഡാണ്, പക്ഷെ മാപ്പ് ഉണ്ട്. നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. ലൈക്ക് അതിൽ മുംബൈ അങ്ങനത്തെ ഏരിയ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് സംഭവം വരും. കേരളം വരെ ചെന്നൈ വരെ ഉണ്ട്, കേരളത്തിലോട്ടില്ല, ചെന്നൈ വരെയുള്ള സംഭവം വരും. ചെന്നൈ റിയൽ അതുപോലത്തെ റോഡാണോ? ഓൾമോസ്റ്റ് അല്ല, അതുപോലെ അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മൾക്ക് മനസ്സൊരു ഫീൽ കിട്ടുന്ന പോലെ ഇല്ല റോഡാക്കിയിട്ടുണ്ട് അവര്. മറ്റേ മുംബൈ പോലീസൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇല്ല. ഞാൻ വീഡിയോ കാണിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലായി ബ്രോ, പക്ഷെ എനിക്ക് നല്ല ഇതിനുണ്ട് മിറർ ഇല്ല, മിറർ കൊടുത്തിട്ടില്ല റൈറ്റ് സൈഡില്. അതിന് ഓഫാണോ മിറർ? മിറർ നേരെ ഫ്രണ്ടിലല്ലേ, ഇതാ ഇവിടെയാ മിറർ ഇരിക്കുന്നേ. അല്ല വേറെ കാര്യമുണ്ട്, ഇതാണ് മോഡ്, പഴയ മോഡാണ്, കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ ഉണ്ട്, പുതിയതുണ്ട്, സംഭവം ഉണ്ട് കിട്ടാണ്ട്. ഓ എന്തായാലും സാധനം കൊള്ളാം. അപ്പോ ഗൈസ് ഇന്ന് ഇത്രേ ഉള്ളൂ, ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഞാനിത് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം ഓരോ ദിവസം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഡ്രൈവിംഗ് വിത്ത് കൊണ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇനി നിന്നാൽ രാത്രിയിൽ വരാൻ പറ്റത്തില്ല, ഇവിടെ കറണ്ട് ഇല്ല, ചാർജ് തീരും ഇതിനകത്ത്. എടാ ഇന്ന് ഞാൻ നിർത്തിയില്ലെങ്കിൽ രാത്രിയിലത്തെ ലൈവ് നടക്കൂല, ഇവിടെ കറണ്ട് ഇല്ല. ഇൻവേർട്ടർ ഇതാണ്, രാത്രിയിൽ ഉണ്ടാവൂല ഇത്, അതാ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ നിർത്തൂലായിരുന്നു, ഇന്ന് കുറച്ചായിട്ട് ഇരിക്കായിരുന്നു. നമുക്ക് ഇത് ഇൻവേർട്ടർ ഓഫ് ആയി പോകും, രാത്രിയിലത്തേക്ക് ലൈവ് ഉണ്ടാവില്ല. ചാറ്റ് റവന്യൂ നിങ്ങൾ ഇവരെ എങ്ങനെയാണ് ഡിസ്പ്ലേ ക്യാപ്ചർ കാണിക്കും ഗൈസ്? ഒരു മിനിറ്റ്, ഞാൻ നോർമൽ ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാ കാണുന്നതെന്ന് നോക്കിക്കോണേ. കാണാൻ ചാൻസ് കുറവാ, ഇവർക്ക് കാണത്തില്ല. ഇതാണ് എന്റെ ഡിസ്പ്ലേയുടെ, നിങ്ങക്ക് കാണാവോ? ഡിസ്പ്ലേ കാണാവോ? നോക്കി കാണാം, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഇത് കണ്ട ഇത്രയുണ്ട് എന്റെ ഡിസ്പ്ലേ. എന്റെ ഡിസ്പ്ലേ ഞാനത് ഫിറ്റ് സ്ക്രീൻ കൊടുത്താൽ വരുമെന്ന് തോന്നട്ടെ. സ്ട്രെച്ചായി നിൽക്കും, ഫിറ്റ് സ്ക്രീൻ കൊടുത്തു ഗൈസ്. ഇത് ആർക്കെങ്കിലും അറിയാവോ മറ്റേ ഇത് എങ്ങനെ കറക്റ്റ്? ഇത് കെയോ എന്തോ അടിച്ചാ വരുമായിരുന്നു ബ്രോ, ഇത് അടിച്ചാൽ. എനിക്ക് അത് അന്ന് ആരോ സ്ട്രെച്ച് ചെയ്താൽ മതി. ക്രോപ്പ് ചെയ്യാൻ പറ്റില്ല, ക്രോപ്പ് ചെയ്താൽ ഇങ്ങനെ സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കാൻ തോന്നുന്നു. സ്ട്രെച്ച് സ്ക്രീൻ കൊടുത്താൽ സ്ട്രെച്ച് ആയി പോകും. ഇങ്ങനെ ഇരിക്കും, സ്ട്രെച്ച് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കൺട്രോൾ എസ് ആണോ? ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. പിന്നുള്ളത് അവരില്ല ഈ സാധനം എന്താ ഇതിന്റെ ഇത് മാറ്റണം, റെസൊല്യൂഷൻ മാറ്റണം. ഡിസ്പ്ലേ ക്യാപ്ചറിൽ ഇതിനകത്ത് എവിടെയാ ഈ ഇതൊക്കെ? ചാറ്റ് റവന്യൂ എവിടെയാ? അത് മറ്റേ ഇതില് ആ ഫസ്റ്റില് എന്താ സാധനം കാണുന്നില്ലേ? ഏറ്റവും ഫസ്റ്റില് അനലിറ്റിക്സിലോ? അതാ വന്നല്ലോ, അതാ മുന്നിലതാ. എവിടെ അതാ മുന്നിലോ? ചാറ്റ് റവന്യൂ ഇല്ലടാ. 18K ഇതാണ്. നമുക്ക് ഇന്ന് എത്രയായി? 130 ഇതായി. ഗെയിമർ സ്ട്രീം, താങ്ക് യു സോ മച്ച് 100 ബ്രോ. ഒരു സിമുലേറ്റർ ഒക്കെ മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ വണ്ടിയൊക്കെ ഓടിച്ചിരിക്കാം. വാ ഗെയിമർ വെൽക്കം സ്ട്രീം ബ്രോ, വെൽക്കം സ്ട്രീം.
അപ്പൊ ഇപ്പൊ ആയല്ലോ ഇല്ല ഗൈസ്, ഇത് സ്ട്രെച്ചഡാ, ഇത് കണ്ട, ഇത് സ്ട്രെച്ചഡാ, ഇത് വലിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം വലിഞ്ഞ് കാണുള്ളൂ, ഇങ്ങനെ കാണത്തുള്ളൂ, മനസ്സിലായോ? അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ റാനവിച്ച് ഞാൻ ലൈവ് ഒന്ന് നിർത്തിട്ട് വരാം, ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ ശരി. ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ നിർത്തിയിട്ട് രാത്രിയിൽ വരാം, രാത്രിയിലത്തെ ലൈവിൽ പോവാ എല്ലാരും. അപ്പൊ ലൈവിൽ കിക്കിലെ ലൈവ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഡിസ്കോഡൊക്കെ നോക്കാം, കുറച്ച് സിറ്റിയിലും കയറാം. പബ്ജിയുടെ അനൗൺസ്മെന്റ് അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ ബൈ. അപ്പൊ എല്ലാരും ഹൾക്ക് നമ്പൂതിരി, താങ്ക് യു സോ മച്ച് ഫോർ ദ 100 AD. വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. നിർത്താൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മിസ് ആയിട്ട് വന്നതാ ബ്രോ. താങ്ക് യു സോ മച്ച്.